വാരത്തെ ബാർക്ക് റേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. വല്ലാത്തൊരു അട്ടിമറികൾ നിറഞ്ഞ റേറ്റിംഗ് കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദീർഘകാലത്തോളം ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് മൂന്നാമതേക്ക് പിന്തള്ളിപ്പോയിരിക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 106 പോയിന്റുകളോടെയാണ് ഏഷ്യാനെറ്റ് മൂന്നാം സ്ഥാനത്തുള്ളത്. 113 പോയിന്റുകളുമായി 24 ന്യൂസ് ആണ് നിലവിൽ രണ്ടാം സ്ഥാനത്ത് തുടരുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ കണക്കുകളിൽ പിന്നിലേക്ക് പോയിരുന്ന റിപ്പോർട്ടർ TV നില കൂടുതൽ മെച്ചപ്പെടുത്തി ഒന്നാം സ്ഥാനത്തേക്ക് കരുത്തോടെ എത്തിയിട്ടുണ്ട്. 118 പോയിന്റുകളുടെ കരുത്തോടെയാണ് റിപ്പോർട്ടർ ഒന്നാം സ്ഥാനത്തെ ആധികാരിക മുന്നേറ്റം തുടരുന്നത്. പുതിയ മാറ്റങ്ങളുമായി കടന്നുവന്ന മനോരമ ന്യൂസ് പോയ വാരത്തേക്കാൾ മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുണ്ട്. 52 പോയിന്റുകളുമായാണ് മനോരമ ന്യൂസ് നാലാം സ്ഥാനത്തുള്ളത്. മനോരമയ്ക്ക് പിന്നിൽ 47 പോയിന്റുകളുമായി മാതൃഭൂമി ന്യൂസ് ആണ് അഞ്ചാം സ്ഥാനത്ത് തുടരുന്നത്. പുതിയ സാറ്റലൈറ്റ് ചാനലായ ന്യൂസ് മലയാളം 29 പോയിന്റുകളുമായി ആറാം സ്ഥാനത്തുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നേറ്റം സൃഷ്ടിച്ച കൈരളി ന്യൂസ് ജനം TVയേക്കാൾ 1 പോയിന്റ് കൂടുതൽ നേടി 7ാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത്. 21 പോയിന്റാണ് കൈരളി TVക്കുള്ളത്. 20 പോയിന്റുകളാണ് നിലവിൽ ജനം TVക്കുള്ളത്. ദേശീയ മാധ്യമമായ ന്യൂസ് 18ന്റെ കേരളത്തിലെ സാറ്റലൈറ്റ് ചാനലായ ന്യൂസ് 18 കേരളയാണ് 17 പോയിന്റുകളോടെ നിലവിൽ 9ാം സ്ഥാനത്തുള്ളത്. എന്നാൽ കേരളത്തിൽ കുറെ നാളുകളായി റേറ്റിംഗിൽ ചാനൽ ഏറെ പിന്നിലാണ്. പതിവ് പോലെ തന്നെ മീഡിയ വൺ ആണ് ബാർക്ക് റേറ്റിംഗിൽ ഏറ്റവും പിന്നിലുള്ള ചാനൽ. വെറും 9 പോയിന്റുകൾ മാത്രമാണ് മീഡിയ വണ്ണിനുള്ളത്. കോൺഗ്രസിന്റെ വാർത്താ ചാനലായ ജയ്ഹിന്ദ് TV ഇതുവരെയും ബാർക്ക് റേറ്റിംഗിൽ ഇടം നേടിയിട്ട് പോലുമില്ല. റിപ്പോർട്ടർ ചാനലിന്റെ ഒന്നാം സ്ഥാനത്തേക്കുള്ള കടന്നുവരവിനേക്കാൾ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാകുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മൂന്നാം സ്ഥാനത്തേക്കുള്ള പിന്നോട്ടുപോക്ക് തന്നെയാണ്. എന്തുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഇത്രയും പിന്നിലേക്ക് പോയി എന്നതാണ് എവിടെയും ചർച്ചാ വിഷയം. റിപ്പോർട്ടർ ചാനലിൽ തിളങ്ങിയിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിൽ ചേർന്ന ആദ്യ ആഴ്ച തന്നെയാണ് ചാനൽ ഏറെ പിന്നിലേക്ക് പോയിരിക്കുന്നത്. ദീർഘകാലത്തോളം മലയാള വാർത്താ മാധ്യമ രംഗത്ത് എതിരാളികളില്ലാത്ത മുന്നേറ്റമായിരുന്നു ഏഷ്യാനെറ്റ് നടത്തിയിരുന്നത്. ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റും മറ്റ് ചാനലുകളും തമ്മിലുള്ള ദൂരം വളരെ വലുതായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞാൽ രണ്ടാമത് മനോരമയും പിന്നീട് മാതൃഭൂമിയും ഒക്കെ ആയിരുന്നു. ഇവരൊക്കെ തമ്മിലുള്ള അന്തരവും ഏറെ വലുതായിരുന്നു. എന്നാൽ 24 ന്യൂസ് കടന്നു വന്നതോടെ ഏഷ്യാനെറ്റുമായി കടുത്ത മത്സരം വന്നു. പിന്നീട് റിപ്പോർട്ടർ കൂടി പുതിയ ടീം ഏറ്റെടുത്ത് കരുത്തോടെ വന്നപ്പോൾ ഏഷ്യാനെറ്റ് പിന്നെയും വീർത്തു. ആ ഘട്ടത്തിലും ഒന്നാം സ്ഥാനം ഏതു വിധേനയും നിലനിർത്തി മുന്നോട്ടു പോകുവാൻ ഏഷ്യാനെറ്റിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം അവതാളത്തിലായിരിക്കുകയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാകും റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിന്റെ മുന്നേറ്റം എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ചാനൽ ബഹിഷ്കരിച്ചിരിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് റിപ്പോർട്ടറിന്റെ ഈ മുന്നേറ്റം എന്നതും ശ്രദ്ധേയമാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നിലനിന്ന ചില പ്രശ്നങ്ങളായിരുന്നു ചാനൽ ബഹിഷ്കരണത്തിലേക്ക് പോലും എത്തിയത്. പിന്നീട് യൂത്ത് കോൺഗ്രസിനെ മോശമായി ചിത്രീകരിച്ചു എന്ന നിലയിലുള്ള ആരോപണവും ചാനലിനെതിരെ വന്നിരുന്നു. ഇതും ബഹിഷ്കരണം കൂടുതൽ ശക്തമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. റിപ്പോർട്ടർ പ്രതിനിധികളെ കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. KPCC പ്രസിഡന്റ് ആയിരുന്ന K സുധാകരൻ ചാനലിനെതിരെ സർക്കുലർ പോലും ഇറക്കി. ചാനലിന്റെ മുഖമായ ചിലരോട് CPMനും അത്ര യോജിപ്പല്ല ഉള്ളത്. പ്രധാനമായും സ്മൃതി പരുത്തിക്കാടിനോട് CPM നേതാക്കൾക്കും അണികൾക്കും സൈബർ സഖാക്കൾക്കും കടുത്ത എതിർപ്പുണ്ട്. റിപ്പോർട്ടർ ചാനലിന്റെ മാനേജ്മെന്റിനോട് BJP നേതാക്കൾക്കും ചിലർക്ക് പല കാര്യങ്ങളിലും വിരുദ്ധാഭിപ്രായങ്ങളുണ്ട്. ശോഭാ സുരേന്ദ്രൻ ചാനൽ ഉടമകളുമായി നേരിട്ടുള്ള യുദ്ധത്തിലാണ്. ഈ നിലയിൽ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുമായി എല്ലാം തന്നെ ഉടക്കിലാണ് റിപ്പോർട്ടർ ചാനൽ. അപ്പോഴും മറ്റുള്ളവരെ ഏറെ പിന്നിലാക്കിയുള്ള ചാനലിന്റെ മുന്നേറ്റമാണ് എല്ലാവരിലും അത്ഭുതമുളവാക്കുന്നത്.